നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ടും, ഇതൊരു പുതിയ കാര്യമാണ്, പക്ഷെ പണ്ട് മുതൽ ഇത് ചെയ്തിരുന്നു. പൊങ്കാലയോടനുബന്ധിച്ചിട്ടല്ല, സദാ നാം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇത് പൊങ്കാലയോടനുബന്ധിച്ച് ചെയ്യുവാനായിട്ടുള്ള പ്രേരണ എന്ന് പറയുന്നത്, ഇത്രയധികം സ്ത്രീ ജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇല്ലെങ്കിൽ എനിക്കറിയില്ല. ഏവരും ചിന്തിക്കുക, ഇത് ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരേ സമയം ഒരേ ദിവസം ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കുന്നു. ഈ ലക്ഷക്കണക്കിനുള്ള സ്ത്രീകളെല്ലാം തന്നെ 1 കിലോ അരി വാങ്ങി ആർക്കെങ്കിലും, പാവപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ദാനം നൽകുകയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക, ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എത്ര ദാനമാണ് നടക്കുന്നത് എന്ന് ചിന്തിക്കുക. എന്തുകൊണ്ട് ദാനം എന്നുള്ള ഒരു കാര്യമുണ്ട്. ദേവന്മാർ, ദേവശബ്ദം തന്നെ ദേവോ ദാനാത് എന്ന് പറയുന്നു. ദാനം നൽകണം. ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായതേ തശാന്തി ഔഷധൈഹി ദാനൈഹി ജപ ഹോമ അർച്ചനാദിഭിഹി എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ പാപങ്ങളെല്ലാം തന്നെ വ്യാധി രൂപേണ വരികയാണ്. അതിന്റെ ശാന്തിക്കായി ഔഷധ സേവ നടത്തുകയും അതിനോടൊപ്പം തന്നെ ദാനം, അത് കഴിഞ്ഞ ശേഷം ജപം, അർച്ചനാദികൾ, ഹോമം, അർച്ചന മുതലായവ ചെയ്യും. അപ്പൊ അതിൽ തന്നെ ദാനം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പല ചിന്തകളോടും കൂടി പല സങ്കല്പങ്ങളും ഏവരും ചെയ്ത് നേർച്ചയൊക്കെ ഉണ്ടാകും. പല മഹാവ്യാധികളും മാറണേ എന്ന സങ്കല്പത്തോടുകൂടി ചെയ്യുന്ന പൊങ്കാല. ദയവ് ചെയ്ത് ഈ ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 1 കിലോ അരിയെങ്കിലും വാങ്ങി, സാധിക്കാത്തവർ 1 പിടി അരി പാവപ്പെട്ടവർക്ക് ദാനം നൽകുക. പൊങ്കാല ദിവസമോ അതിന് മുമ്പുള്ള ദിവസമോ ഏതെങ്കിലും ഒരു ദിവസം ദാനം നൽകിയ ശേഷം ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര പരിസരത്ത് പോയി പൊങ്കാല അർപ്പിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഭഗവതി കേൾക്കും. ഈ ചിന്ത എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദങ്ങളെല്ലാം തന്നെ, വേദങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ശ്രുതികൾ, സ്മൃതികളെല്ലാം തന്നെ ദാനത്തെ അത്ര പ്രകീർത്തിച്ചിട്ടുണ്ട്. ദാനം ചെയ്യണം എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയധികം സ്ത്രീകൾ, ഇത്രയധികം ലക്ഷക്കണക്കിന് കിലോ അരി ദാനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. ഇതിന്റെ പേരിലെങ്കിലും ദാനം നടക്കട്ടെ. ഇത് ഉപകാരപ്രദമാകും, നല്ല ചിന്തയാണ് എന്ന് തോന്നുന്നവർ ദയവ് ചെയ്ത് ഇത് ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.